ആളിപ്പടരുന്ന കാട്ടുതീ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന അന്തരീക്ഷ താപനില, അതിശക്തമായ കാറ്റ്, ഇടയ്ക്കിടെയുള്ള ഇടിമിന്നൽ എന്നിവയെല്ലാം ഈ തീപിടുത്തം നിയന്ത്രണാതീതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വടക്കൻ തുർക്കിയിലെ ബിലേസിക്, സഗാരിയ, കരാബുക് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുതീ അതിഭീകരമായി പടർന്നു പിടിക്കുകയാണ്. ഇതിനോടകം 10 പേരുടെ ജീവൻ പൊലിയുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയുമാണ്. തീയണയ്ക്കാൻ തുർക്കി സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും മരണസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾക്ക് ആക്കം കൂട്ടുന്നു. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയത് തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. തുർക്കിയിലെ ഈ കാട്ടുതീ കേവലം ഒരു പ്രാദേശിക ദുരന്തമല്ല, മറിച്ച് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഭീഷണിയുടെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്. അതിതീവ്രമായ ചൂട്, വരണ്ട കാലാവസ്ഥ, കാറ്റിന്റെ ശക്തി വർദ്ധിക്കുന്നത് എന്നിവയെല്ലാം കാട്ടുതീക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളിലും സമീപകാലത്ത് സമാനമായ കാട്ടുതീ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടേണ്ടതിന്റെ അടിയന്തരാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഓരോ വർഷവും അതിരൂക്ഷമാകുന്ന ചൂടും വരൾച്ചയും വർദ്ധിച്ചു വരുന്ന വനനശീകരണവും ചേരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ രാജ്യങ്ങൾ കൂടുതൽ സജ്ജരാകേണ്ടതുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾ പരസ്പരം സഹായഹസ്തം നീട്ടുന്നത് സാധാരണമാണ്. 2023 തുർക്കിയിലുണ്ടായ ഭൂകമ്പം അത്തരം മാനുഷിക സഹായങ്ങളുടെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു. ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. വസ്ത്രങ്ങൾ, ഭക്ഷണം, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം 7 കോടി രൂപയുടെ സഹായകമാണ് ഇന്ത്യ അന്ന് തുർക്കിക്ക് നൽകിയത്. ഇന്ത്യൻ ടീമുകളുടെ സമയോചിതമായ ഇടപെടൽ അനേകം ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. അന്നത്തെ തുർക്കി പ്രസിഡന്റ് ഇന്ത്യയുടെ സഹായത്തിന് പരസ്യമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കേരള സർക്കാരും 10 കോടി രൂപയുടെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ദുരന്തമുഖത്ത് വർണ്ണ, വർഗ, ദേശ വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിട്ടു. എന്നാൽ മാനുഷിക സഹായം പലപ്പോഴും രാഷ്ട്രീയ സമവാക്യങ്ങളെ ആശ്രയിച്ചിരിക്കും. തുർക്കിയുടെ കാര്യത്തിൽ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യയുമായി മെച്ചപ്പെട്ട ബന്ധം പുലർത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ചില നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തു. പാകിസ്ഥാന് ഡ്രോണുകളും മിസൈലുകളും നൽകി ഇന്ത്യയെ ആക്രമിക്കാൻ സഹായിച്ചുവെന്ന ആരോപണം ഇന്ത്യ തുർക്കി ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ മതപരമായ പക്ഷപാതിത്വം കാണിച്ചിരുന്നുവെന്നും സുന്നി ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനെ കണ്ണടച്ച് സഹായിച്ചുവെന്നും വിമർശനങ്ങൾ ഉയർന്നു. ഇത് ഇന്ത്യയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി. നിലവിൽ തുർക്കിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ മുൻകാല സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഭൂകമ്പമുണ്ടായപ്പോൾ നൽകിയ സഹായം ചൂണ്ടിക്കാട്ടി ഇത്തവണയും കേരള സർക്കാർ തുർക്കിക്ക് 10 കോടി രൂപ നൽകുമോ എന്ന ചോദ്യം പലരും ഇതിനോടകം ഉന്നയിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഓപ്പറേഷൻ ദോസ്ത് പോലൊരു ഊഷ്മളമായ സ്നേഹം ഇനി തുർക്കിക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന പോസ്റ്റുകൾ ധാരാളമായി വരുന്നുണ്ട്. ഈ ചർച്ചകൾക്ക് പല തലങ്ങളുമുണ്ട്. ഒരു രാജ്യത്തിന് സഹായം നൽകിയതിനു ശേഷം ആ രാജ്യം പിന്നീട് തങ്ങളുടെ ശത്രു രാജ്യത്തെ സഹായിക്കുന്നത് നയതന്ത്രപരമായ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും സഹായം നൽകുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിച്ചേക്കാം. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ദേശീയ താല്പര്യങ്ങളുണ്ട്. മാനുഷിക സഹായങ്ങൾ നൽകുമ്പോഴും ഈ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയം മാറ്റിമറിച്ച് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരു ജനത ദുരിതത്തിലായിരിക്കുമ്പോൾ അവർക്ക് സഹായം നിഷേധിക്കുന്നത് ശരിയാണോ? അതേസമയം സഹായം സ്വീകരിക്കുന്ന രാജ്യം ആ സഹായത്തെ പിന്നീട് തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണം? ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ രാജ്യാന്തര സമൂഹത്തിന് പൊതുവായ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അതിരുകൾ എന്തായിരിക്കണം? തുർക്കിയിലെ കാട്ടുതീ ദുരന്തം ഒരു ദുരന്തം എന്നതിലുപരി നിരവധി പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുരന്ത നിവാരണത്തിനുള്ള ആസൂത്രണങ്ങളും സാങ്കേതിക വിദ്യകളും മെച്ചപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. അതേസമയം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സങ്കീർണതകളും ഇത് തുറന്നു കാട്ടുന്നു. മാനുഷിക സഹായം എന്നത് കേവലം ദാനമല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു രാജ്യത്തിന്റെ സഹായം സ്വീകരിച്ച ശേഷം ആ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ഭാവിയിലെ സഹകരണ സാധ്യതകളെ ഇല്ലാതാക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കിക്ക് എന്ത് സഹായം നൽകണമെന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ ഒരു തീരുമാനവും വന്നിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ പൊതുജന മനസ്സിൽ മുൻകാല അനുഭവങ്ങൾ ഒരു സ്വാധീനം ചെലുത്തുമെന്നത് തീർച്ചയാണ്. ഇത് കേവലം സാമ്പത്തിക സഹായം നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, മറിച്ച് രാജ്യാന്തര ബന്ധങ്ങളിൽ വിശ്വാസ്യതയും പരസ്പര ബഹുമാനവും എത്രത്തോളം പ്രാധാന്യമാണെന്ന് വിളിച്ചോതുന്ന ഒരു സാമൂഹിക സംവാദം കൂടിയാണ്.